ഹലോ ഗൈസ്, എൻ്റെ പേര് ആതിര. ഞാൻ സ്റ്റാർട്ട് ചെയ്ത പുതിയ യൂട്യൂബ് ചാനലാണ് ആദി വ്ളോഗ്സ്. ചാനലിലൂടെ എന്ത് യൂട്യൂബ് കണ്ടൻറ്റ് ഫസ്റ്റ് അപ്ലോഡ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡ്രീം കം മൊമെൻ്റ് ആയിരുന്നു ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞാൽ ഹൗസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഞാൻ വിചാരിച്ചു അപ്പോൾ ഒരു ഹോം ടൂർ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ പബ്ലിഷ് ചെയ്യാമെന്ന്. ഇതാണ് എൻ്റെ വീട് ഗൈസ്. വീടിൻ്റെ പേര് നിഹാരം. ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ട്രിവാൻഡ്രം ലൊക്കേഷനിലാണ്. വീട്ടിൽ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗാർഡനിൽ വളരെ ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. നമ്മളിത് എക്സ്പാൻഡ് ചെയ്ത് നല്ല രീതിയിൽ ആക്കി വരണം. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിലൊരു ചെറിയ ഗാർഡൻ ചെയർ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ഈ വീട്ടിലിരിക്കാനുള്ള ലൊക്കേഷനും ഇത് തന്നെയാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഇരുന്നിട്ട് നല്ല കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഇതിൻ്റെ നമുക്ക് താഴെ ഒരു റൂം മാത്രമാണ് വരുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു റൂം തന്നെയാണിത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. നമ്മുടെ സോഫ ഇട്ടിരിക്കുന്നത്. അതേപോലെ മെയിൻ ഒരു അട്രാക്ഷൻ ഏരിയ ആണ്. നമ്മുടെ ടി വി യൂണിറ്റിന് നമ്മളൊരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ കൊടുത്തിട്ടുണ്ട്. പ്ലസ് നമ്മളൊരു പ്രെയർ സെറ്റപ്പും അവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തതിന് ഏകദേശം നമുക്കായ കോസ്റ്റ് പലരും ചോദിച്ചു. ഒരു 40,000 മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഒരു 19,000 ആയിരുന്നു ലേബർ ചാർജ്. പക്ഷേ അതിൽ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഗൈസ് നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇത് ചെറിയൊരു അടുക്കളയാണ് നമ്മളിൽ വരുന്നത്. വർക്ക് സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല, അടുക്കള ചെറുതാണ്. പിന്നെ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ മെയിൻലി നമുക്ക് 2 റൂമാണ് മുകളിൽ വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു ഹോൾ ഏരിയ ഉണ്ട്. ഇത് നമ്മൾ ഡോർ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ചെല്ലുന്നത് നമ്മുടെ വാഷിംഗ് മെഷീൻ ഒക്കെ വെച്ചേക്കുന്ന സ്പേസാണ്. അല്ലെ അപ്സ്റ്റെയർസിലോട്ടുള്ള ഒരു ഏരിയ, പോകുന്ന സ്റ്റെയർസിൻ്റെ ഏരിയ ആണ്. വാഷിംഗ് മെഷീൻ അവിടെയാണ് വെച്ചിരിക്കുന്നത്. ഒരു അയൺ ചെയ്യാനുള്ള ഒരു സ്പോട്ടും കൊടുത്തിട്ടുണ്ട് ഹാളിൽ. ഇത് നമ്മുടെ ഒരു റൂം. എല്ലാം 3 റൂംസും അറ്റാച്ച്ഡ് ബെഡ്റൂംസാണ്. ഇത് ആക്ച്വലി എൻ്റെ ബ്രദറിൻ്റെ റൂമാട്ടോ. പിന്നെ ഇവിടെ ഒരു സോഫ ഇട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര നൊസ്റ്റാൾജിക്. എൻ്റെ അമ്മയുടെ ഒരു ഫാമിലിയിൽ നിന്ന് കിട്ടിയൊരു സോഫയാണ്. അതുകൊണ്ട് അത് കളയാതെ സൂക്ഷിച്ചേക്കുക ഗൈസ്. ഇത് നമ്മുടെ ബാൽക്കണി. ഇവിടെ നിന്ന് നോക്കി അത്യാവശ്യം നല്ല രസമാണ് കേട്ടോ. ഈവനിങ് ടൈമൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ലൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. അധികം ഇവിടെ ഇൻറ്റീരിയർ വർക്ക്സ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഫർണിച്ചർ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പിന്നെ കാണാം. ബൈ.